ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CMA സ്റ്റഡീസ് ഓൺ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് CMA ഇൻ്റർമീഡിയറ്റ് പേപ്പർ 5 ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് ആണ്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മോഡ്യൂൾ 1 ലോ ആൻഡ് ലീഗൽ സിസ്റ്റം ഇൻ ഇന്ത്യ ആണ്. കാരണം നമുക്കറിയാം നമ്മുടെ എക്സാമിൽ MCQ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് MCQവും. എല്ലാ അറ്റംപ്റ്റിലും ഈ ഒരു മോഡ്യൂളിൽ നിന്നും MCQ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഈ ഒരു നോട്ട് പ്രകാരമായിരിക്കും ഞാൻ ക്ലാസ് എടുത്തു പോവുക. അപ്പോൾ ഈ നോട്ട് വേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഓരോ മോഡ്യൂൾ കഴിഞ്ഞാലും ആ മോഡ്യൂൾസിലെ പരമാവധി MCQ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ദെൻ ക്ലാസ്സിലോട്ട് കടക്കാം. ഇതിൽ ആദ്യം പറയുന്നത് പ്രിയാമ്പിൾ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ അറിയണം. കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഭരണഘടന, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് വെച്ചാൽ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ലോയുടെ ഒരു സുപ്രീം അതോറിറ്റി പവർ ആർക്കാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ ഭരണത്തിനായിട്ടുള്ള ഒരു അടിസ്ഥാന ചട്ടക്കൂടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഗവൺമെൻറ്റിന് ഒരുപാട് കടമകളും അധികാരങ്ങളും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക് നമുക്കും ഒരുപാട് അധികാരങ്ങളും അവകാശങ്ങളും കടമകളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു ഭരണഘടന എന്ന് പറയുമ്പോൾ. പിന്നെ നമ്മുടെ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും തർക്കങ്ങൾ ഇല്ലാതാക്കാനും പിന്നെ നമ്മുടെ ഒരു സമൂഹത്തിനെ ഒരു ക്രമസമാധാനം നിലനിർത്താനായിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ ഒരു ഭരണഘടന. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു രാജ്യം നല്ല പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അതിനായിട്ടാണ് ഈ ഒരു ഭരണഘടന. അപ്പോൾ ഈ ഭരണഘടനയുടെ ആമുഖം, അതിനെയാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഒരു ആമുഖം, നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റോറി വായിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളൊരു ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആമുഖം ഉണ്ടായിരിക്കും. ഈ ആമുഖം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ബുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണത്. നമുക്ക് മനസ്സിലാവും, അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അതിൽ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പറയുന്നത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പർപ്പസും പ്രിൻസിപ്പിൾസും ഗോൾസും ആണ്. Preamble of a constitution is an introductory statement that explains the purposes, principles and goals of the constitution. The preamble of a constitution of India is a brief introductory statement. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ കോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കത് ഇപ്പോൾ ഇതെല്ലാം കാണാപ്പാഠം പഠിച്ചെഴുതണമെന്നില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് മാത്രം നമ്മൾ നോട്ട് ചെയ്തെടുത്ത് പിന്നെ ബാക്കിയുള്ളത് നമ്മളുടെ രീതിയിലുള്ള സെൻറ്റൻസിൽ എഴുതുക. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു പ്രിയാമ്പിൾ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ്, ഇപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് എക്സ്പ്ലെയിൻസ് പർപ്പസസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഗോൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ബ്രീഫ് ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഔട്ട്ലൈൻ ചെയ്യുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസും ഒബ്ജക്റ്റീവ്സും ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള വേർഡ്സ് മാത്രം അത് നോട്ട് ചെയ്തെടുക്കുക മനസ്സിലെ. ബാക്കി അതിൻ്റെ സെൻറ്റൻസും കാര്യങ്ങളൊക്കെ നമ്മളുടെ രീതിയിൽ എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ലോ എഴുതുക. എല്ലാം കാണാപ്പാഠം പഠിച്ച് എഴുതാൻ നമുക്ക് കാണാപ്പാഠം പഠിക്കണവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെയാണ് ശരിക്കും. അല്ലാതെ എല്ലാതും കാണാപ്പാഠം പഠിച്ച് ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു വേർഡ്, ഇപ്പോൾ പ്രിയാമ്പിൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരണ 2-3 വേർഡ്സ് നമ്മൾ നോട്ട് ചെയ്തെടുക്കുക. അത് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് സ്വയം പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്, അതാണ്. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്നതാണ്. പക്ഷെ ഉണ്ടാക്കി എഴുതുമ്പോൾ നമ്മൾ എല്ലാം നമ്മുടെ രീതിയിൽ എഴുതില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് അതിൽ ഉണ്ടാവണം. എന്നിട്ട് നമ്മളുടെ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ സെറ്റാണ്. ദെൻ നമ്മൾ പ്രിയാമ്പിൾ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി അതെങ്ങനെയാണ് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ അതെന്തൊക്കെയാണ് ഡിക്ലെയർ ചെയ്യണമെന്ന് വെച്ചാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്
എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് സ്ഥാപിക്കാനും പിന്നെ സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റീസൻസ് ഈ ഒരു ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെ എല്ലാ സിറ്റീസൻ്റെയും ജസ്റ്റിസും ലിബർട്ടി ഇക്വാലിറ്റി ഫ്രറ്റേണിറ്റി ഇതൊക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ. ഇനി എന്താണ് ജസ്റ്റിസ്? ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി. നമുക്ക് സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കലായിട്ടുള്ള നീതി ലഭിക്കണം. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സിറ്റീസനും നീതി ലഭിക്കണം. ഇപ്പോൾ സാമൂഹികപരമായിക്കോട്ടെ, സാമ്പത്തികപരമായിക്കോട്ടെ, രാഷ്ട്രീയപരമായിക്കോട്ടെ നീതി ലഭിക്കണം. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ലിബർട്ടി മീൻസ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. ഫ്രീഡം ഓഫ് തോട്ട്, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്. നമുക്ക് ചിന്തിക്കാനുള്ള ലിബർട്ടി ഉണ്ട്. എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഏത് മതം വിശ്വസിക്കണം, ഏത് വിശ്വാസത്തിലൂടെ പോകണം, അതൊക്കെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്. പിന്നെ ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്, ആരാധന, ഭക്തി, ഇതിനൊക്കെ നമുക്ക് ഓരോ വിശ്വാസങ്ങളും പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, അതാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ സെക്യൂർ ചെയ്യണം. പിന്നെ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, എല്ലാവരും തുല്യരാണ്. അപ്പോൾ ഇന്ത്യയിലിപ്പോൾ ജനങ്ങളെല്ലാവരും തുല്യരാണ്. അപ്പോൾ ഇന്ത്യൻ സിറ്റീസന് ഉള്ള ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് കൂടിയാണ് ഈ ഒരു ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതൊക്കെ സെക്യൂർ ചെയ്യണം. അപ്പോൾ അത് ഇതിൽ പറയുന്നുണ്ട്. അടുത്തത് ഫ്രറ്റേണിറ്റി. നമ്മൾ പ്രതിജ്ഞ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നതാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ ഐക്യം, യൂണിറ്റി ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ സെക്യൂർ ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിക്ലെയർ ചെയ്യണത്. ഇനി അടുത്തത് പറയുന്നത് 1949 നവംബർ 26 നമ്മൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് 1950 ജനുവരി 26 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞു. ആ ഒരു ഡേ ആണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറ്. അടുത്തത് പർപ്പസാണ് പറയുന്നത് പ്രിയാമ്പിളിൻ്റെ. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോഴ്സസ്, ഇതെങ്ങനെ നിലവിൽ വന്നു, ആ കാര്യങ്ങളെല്ലാം ഇതിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ടുള്ള ഡേറ്റ് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇറ്റ് സെറ്റ് ഔട്ട് ദ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം വിച്ച് പീപ്പിൾ ഓഫ് ഇന്ത്യ വിഷ് ടു സെക്യൂർ ഫോർ ദംസെൽഫ്. ഒരു വ്യക്തിയുടേതായിട്ടുള്ള വേണ്ട റൈറ്റും ഫ്രീഡം ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇറ്റ് ഡിക്ലെയർസ് ദ നേച്ചർ ഓഫ് ഗവൺമെൻറ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നേച്ചർ ഇതിൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ചു പോവാം. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് കിട്ടും. അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ്, ഫണ്ടമെൻ്റൽ റൈറ്റ്. 6 ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്കുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിലാദ്യത്തെ റൈറ്റ് ടു ഇക്വാലിറ്റി. നമുക്കറിയാം, നമുക്ക് സമത്വത്തിനുള്ള റൈറ്റ് ഉണ്ട്. നമ്മളെല്ലാവരും ഇന്ത്യക്ക് അല്ലെങ്കിൽ ലോയ്ക്ക് മുന്നിൽ നമ്മളെല്ലാവരും തുല്യരാണ്. അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി. റൈറ്റ് ടു ഫ്രീഡം മീൻസ് സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള റൈറ്റ് ഉണ്ട് നമുക്ക്. പിന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഏത് റിലീജിയൻ സ്വീകരിക്കണം അതിനുള്ള റൈറ്റ് നമുക്കുണ്ട്. പിന്നെ റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, നമ്മളെ ആർക്കും ചൂഷണം ചെയ്യാൻ പറ്റില്ല. അതിൽ നിന്ന് ഇപ്പോൾ നമ്മളെ ആരെങ്കിലും ചൂഷണം ചെയ്യുകയാണെങ്കിൽ അതിനെതിരെയുള്ള റൈറ്റ് നമുക്കുണ്ട്. പിന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമുക്ക് ഈ ഒരു അവകാശങ്ങൾക്ക് എന്തെങ്കിലും ലംഘനം അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതി മുഖേന നമുക്ക് എന്ത് പരിഹാരം നേടാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ അടുത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. കൾച്ചറലായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നമുക്ക് കുറേ റൈറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റിൽ പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, 6 ഫണ്ടമെൻ്റൽ റൈറ്റാണ് ഉള്ളത്. അടുത്തത് ആർട്ടിക്കിൾ 361 പ്രകാരം കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലോയ്ക്ക് മുന്നിൽ കുറച്ച് എക്സെപ്ഷൻസ് ആണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന് പ്രസിഡൻ്റ് ഉണ്ട്, ഗവർണർ ഉണ്ട്. പ്രസിഡൻറ്റും ഗവർണറും യാതൊരു വിധത്തിലും കോർട്ടിന് മുൻപാകെ ഒന്നിനും ആൻസറബിൾ അല്ല. കാരണം അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. അതാണ് ആദ്യം പറയുന്നത്. പിന്നെ നോ ക്രിമിനൽ പ്രൊസീഡിംഗ് വാട്ട് എവർ ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഓർ കണ്ടിന്യൂഡ് എഗെയിൻസ്റ്റ് ദ പ്രസിഡൻറ്റ് ഓർ ഗവർണർ ഇൻ എനി കോർട്ട് ഡ്യൂറിങ് ഹിസ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഹിസ്
ടേംസ് ഓഫ് ഓഫീസ്. അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒരു ക്രിമിനൽ നടപടികളും അവർക്കെതിരെ എടുക്കാൻ പറ്റില്ല, ഇതാണ് പറയുന്നത്. പിന്നെ അടുത്തത് നോ സിവിൽ പ്രൊസീഡിങ്. ആദ്യം നമ്മൾ പറഞ്ഞു ക്രിമിനൽ പ്രൊസീഡിങ്, ക്രിമിനലായിട്ടുള്ള നടപടികളും പിന്നെ സിവിൽ പ്രൊസീഡിങ്സും ഇവർക്കെതിരെ എടുക്കാൻ പറ്റില്ല. എപ്പോൾ? ഡ്യൂറിങ് ഹിസ് ടേംസ് ഓഫ് ഓഫീസ്. അധികാരത്തിലിരിക്കുന്ന സമയത്ത് ക്രിമിനൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിവിൽ പ്രൊസീഡിങ്സ് ആയിക്കോട്ടെ ഇവർക്കെതിരെ എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ സർട്ടൈൻ ഗ്രൗണ്ട്സ്. ഇതിൽ പറയുന്നത് നമുക്ക് കുറേ തരത്തിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരുന്നു ആളുകളെ. ഇപ്പോൾ കളറിൻ്റെ പേരിലും റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഇതിൻ്റെ പേരിലൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരുന്നു. അതിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 15(1) പറയുന്നത്. കാരണം ഒരു വ്യക്തിയെയും അവരുടെ റിലീജിയനോ റേസോ കാസ്റ്റോ സെക്സോ പ്ലേസ് ഓഫ് ബർത്തോ ഈ പേരിലൊന്നും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. അതാണ് ഈ ഒരു ആർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 16 ആണ്. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് തരത്തിലുള്ള തൊഴിലുകളുണ്ട്. ഈ ഒരു തൊഴിലുകളിലെ ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ റേസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അതിൻ്റെ പേരിലൊന്നും ഒരാളെയും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് വേണ്ടത്. There shall be equality of opportunity for all citizens in matters relating to the employment or any office under the state. No citizen shall, on grounds only of religion, race, caste, sex, descent, place of birth, residence, or any of them, be ineligible for or discriminate against in respect of any employment or office under the state. ഇതിൽ പറയുന്നത് ഒരു വ്യക്തിയെയും ഈ ഒരു പേരിൽ വിവേചിക്കാനോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ പാടില്ല. എന്തിൽ? തൊഴിൽ പരമായിട്ടും അല്ലാതെയും പാടില്ല. ഇതിലും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ചില ക്ലാസ് ഓഫ് പീപ്പിൾസിന് ഒരു റിസർവേഷൻ അല്ലെങ്കിൽ ഒരു മുൻഗണനയുണ്ട്. അപ്പം അതിനനുസരിച്ച് അവർക്ക് കൂടുതൽ ജോലിക്കാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എക്സെപ്ഷൻസിലെ ആദ്യത്തെ പോയിൻറ്റ്, റിക്വയർമെൻറ്റ് ഓഫ് റെസിഡൻസി ഇൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി പ്രയർ ടു സച്ച് എംപ്ലോയ്മെൻറ്റ് ഓർ അപ്പോയിൻമെൻറ്റ് ടു ആൻ ഓഫീസ് അണ്ടർ ദി സ്റ്റേറ്റ്, യൂണിയൻ, ലോക്കൽ ഗവൺമെൻറ് ഈസ് അലൗഡ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വാലിറ്റി എല്ലാ കേസിലും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് എക്സെപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഇവരുടെ കീഴിലെ എന്തെങ്കിലും എംപ്ലോയ്മെൻറ്റിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ കുറച്ച് പേർക്ക് ഇപ്പോൾ താമസ സൗകര്യമൊക്കെ ഏർപ്പെടുത്തും. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ അവിടെ ഈ ഒരു ഇക്വാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് വരില്ല. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും താമസ സൗകര്യം ഒരുക്കി കൊടുക്കും. അപ്പോൾ അവിടെയും ഈ ഒരു ഇക്വാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് വരില്ല. കാരണം എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ലല്ലോ. അതുപോലെ തന്നെ അടുത്തത് റിസർവേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓർ പോസ്റ്റ് ഇൻ ഫേവർ ഓഫ് എനി ബാക്ക്വേർഡ് ക്ലാസ്. ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഒരു റിസർവേഷൻ ഉണ്ട്, ഒരു മുൻഗണന ഉണ്ട്. ജോലി കിട്ടാനാണെങ്കിലും ഒക്കെ ഒരു മുൻഗണന ഉണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു ഇക്വാലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് വരില്ല. പിന്നെ മൂന്നാമത്തെ പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ്സ്. അവർക്ക് ഒരു റിസർവേഷൻ ഉണ്ട്. അവർക്ക് ജോലി കിട്ടാനും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, അപ്പോൾ അവർക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഒരു റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അതിലും ഈ ഒരു ഇക്വാലിറ്റി എന്ന കൺസെപ്റ്റ് വരില്ല. കാരണം ഷെഡ്യൂൾഡ് കാസ്റ്റിനും ട്രൈബ്സിനും മാത്രം ഉള്ള കുറച്ച് റിസർവേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് അപ്ലിക്കബിൾ അല്ല. പിന്നെ പറയണത് നാലാമത്തെ പോയിൻറ്റ്, മതപരമായിട്ട് കുറേ സ്ഥാപനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ആ ഒരു മതത്തിൽ പെട്ട ആൾക്കാരെ മാത്രം പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഈ ഒരു ഇക്വാലിറ്റി എന്നൊരു കൺസെപ്റ്റ് എല്ലാവർക്കും ആ ഒരു മതപരമായിട്ട് ഇപ്പോൾ ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള ഓരോ
സ്ഥാപനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവിടെ എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഈ ഒരു കൺസെപ്റ്റ് അപ്ലിക്കബിൾ അല്ല, ഈ ഒരു ഇക്വാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ അതാണ് ഈ ഒരു എക്സെപ്ഷനിൽ പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് മീനിങ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അടുത്തത് അബോലിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് അൺടച്ചബിലിറ്റി. പണ്ട് നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ട് അൺടച്ചബിലിറ്റി, അവർണാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നുമില്ല, മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരെ താഴ്ന്ന ജാതിക്കാരെ തൊടാൻ പാടില്ല, അതുപോലെ തന്നെ അയിത്തം കൽപ്പിക്കുക, തൊട്ടുകൂടായ്മ, ഇതൊക്കെ ഇതിന് പറയും. പിന്നീട് അത് അബോലിഷ് ചെയ്തു, ഉന്മൂലനം ചെയ്തു. അപ്പോൾ ഇതിൽ പറയുന്നു, അൺടച്ചബിലിറ്റി ഈസ് അബോലിഷ്ഡ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടീസ് in any form is forbidden, shall be an offence, punishable in accordance with the law. ലോ പ്രകാരം ഇപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും അൺടച്ചബിലിറ്റി ആയിട്ട് എന്തെങ്കിലും പ്രവൃത്തി നടക്കുകയാണെങ്കിൽ അത് ഫോർബിഡൻ ആണ് എന്ന് വെച്ചാൽ അത് നിരോധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് വീണ്ടും അങ്ങനെ ഒരു അൺടച്ചബിലിറ്റി എന്നുള്ളൊരു പ്രാക്ടീസ് തുടരുകയാണെങ്കിൽ അതൊരു ഒഫൻസാണ്, അത് പനിഷബിൾ ആയിട്ടുള്ളൊരു ഒഫൻസാണെന്നാണ് ലോ പ്രകാരം ഇപ്പോൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സോഷ്യൽ ഡിസബിലിറ്റീസ് ഇമ്പോസ്ഡ് ഓൺ എ സെർട്ടൈൻ ക്ലാസ് ഓഫ് പേഴ്സൺ ബൈ റീസൺ ഓഫ് ദെയർ ബർത്ത് ഇൻ എ സെർട്ടൈൻ കാസ്റ്റ്. ഒരു ജാതിയിൽ ജനിച്ചു എന്നൊരു പേരിൽ അവരെ അവരെ ഒരു ലോ ക്ലാസ് ഓഫ് പീപ്പിളിൽ നിന്ന് മുദ്ര കുത്തി അവർക്ക് സോഷ്യൽ ഡിസബിലിറ്റീസ് ഇമ്പോസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്, താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാർ വരുമ്പോൾ മാറി നിൽക്കണം, അവരെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇന്നൊരു പർട്ടിക്കുലർ ജാതിയിൽ ജനിച്ചു എന്ന പേരിൽ മനുഷ്യർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യം അബോലിഷ് ചെയ്തതാണ്. അത് ഇനി പ്രാക്ടീസ് തുടരുകയാണെങ്കിൽ അത് ഒരു ഒഫൻസാണ്, പനിഷബിൾ ആണെന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് അബോലിഷൻ ഓഫ് ടൈറ്റിൽസ്. ആദ്യത്തെ, നോ ടൈറ്റിൽ നോട്ട് ബീയിങ് എൻ മിലിറ്ററി ഓർ അക്കാദമിക് ഡിസ്റ്റിങ്ഷൻ ഷാൽ ബി കൺഫേർഡ് ബൈ ദി സ്റ്റേറ്റ്. ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഒരാൾക്കും മിലിറ്ററി അല്ലെങ്കിൽ അക്കാദമിക് ഡിസ്റ്റിങ്ഷനായിട്ട് നമുക്ക് ഒരു ടൈറ്റിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതല്ലാതെ വേറൊരു തരത്തിലുള്ള ടൈറ്റിലും ഒരാൾക്കും അനുവദനീയമല്ല എന്നാണ് പറയുന്നത്. അടുത്തത്, നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ ആക്സെപ്റ്റ് എനി ടൈറ്റിൽ ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ്. ഒരു ഫോറിൻ സ്റ്റേറ്റിൽ നിന്നും അവിടെ നിന്നൊരു ടൈറ്റിൽ, ഒരു പേര് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, അവിടുന്ന് ആക്സെപ്റ്റ് ചെയ്യാനും പാടില്ല എന്നാണ് പറയുന്നത്. അടുത്തത്, മൂന്നാമത്തെ പറയുന്നത്, നോ പേഴ്സൺ ഹു ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഷാൽ വൈൽ ഹി ഹോൾഡ്സ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഓർ ട്രസ്റ്റ് അണ്ടർ ദി സ്റ്റേറ്റ് ആക്സെപ്റ്റ് വിത്തൗട്ട് കൺസെൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റ് എനി ടൈറ്റിൽ ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ്. ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഒരാൾക്ക് ഇന്ത്യയിൽ നിന്നും ഒരു തരത്തിലുള്ള പ്രോഫിറ്റും ട്രസ്റ്റും പ്രസിഡൻറ്റിൻ്റെ സമ്മതം ഇല്ലാതെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഒരാൾക്ക്, നാലാമത്തെ, നോ പേഴ്സൺ ഹോൾഡിംഗ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഓർ ട്രസ്റ്റ് അണ്ടർ ദി സ്റ്റേറ്റ് ഷാൽ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റ് ആക്സെപ്റ്റ് എനി പ്രസൻറ്റ് എമോൾമെൻറ്റ് ഓർ ഓഫീസ് ഓഫ് എനി കൈൻഡ് ഫ്രം അണ്ടർ എനി ഫോറിൻ സ്റ്റേറ്റ്. ഒരു ഫോറിൻ സ്റ്റേറ്റിൽ നിന്നും പ്രസിഡൻറ്റിൻ്റെ സമ്മതമില്ലാതെ ഒരു തരത്തിലുള്ള പ്രോഫിറ്റും ട്രസ്റ്റും ഇന്ത്യയിലുള്ള ഒരാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തത്, റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുമ്പോൾ ഇതിലും 6 പോയിൻ്റ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഫണ്ടമെൻ്റൽ റൈറ്റിലും 6 പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ പോയിൻ്റ് മാറാതിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യണത് റൈറ്റ് ടു അങ്ങനെ വെച്ചിട്ടാണ്. ഇവിടെ റൈറ്റ് ടു ഫ്രീഡം സ്റ്റാർട്ട് ചെയ്യണത് ഫ്രീഡം വെച്ചിട്ടാണ്. അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റൈറ്റ് ടു ഫ്രീഡം പറയുന്നത് ആർട്ടിക്കിൾ 19(1) പ്രകാരമാണ്. അതിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആദ്യത്തെ പോയിൻറ്റ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ പറയാനുണ്ട്, ഒക്കെ നമുക്ക് പറയാനുള്ള ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള, നമുക്ക് എന്തും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്.
രണ്ടാമത്തെ ഫ്രീഡം ഓഫ് അസംബ്ലി. നമുക്ക് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഒരു കൂട്ടം ചേർന്ന് തീരുമാനങ്ങൾ എടുക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള റൈറ്റും അതിനൊക്കെയുള്ള ഫ്രീഡം ഉണ്ട്. അടുത്തത് ഫ്രീഡം ടു ഫോം അസോസിയേഷൻ. നമ്മുടെ നാട്ടിലൊക്കെ ഫാമേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കും. അവിടെയാണ് കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും, സബ്സിഡീസിനെ കുറിച്ചും. അങ്ങനെ നമ്മൾ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ ഇന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അസോസിയേഷൻ പോലെ സ്റ്റാർട്ട് ചെയ്യുക. അതിനുള്ള റൈറ്റ് നമുക്കുണ്ട്, അതിനുള്ള ഫ്രീഡം നമുക്കുണ്ട്. പിന്നെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു എന്ന് വെച്ച് നമുക്ക് ഇന്ത്യയിൽ മാത്രം സഞ്ചരിക്കാൻ പറ്റുമെന്നൊന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റും, അതിനുള്ള റൈറ്റ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് റിസൈഡ് ആൻഡ് ടു സെറ്റിൽ. നമുക്ക് എവിടെ താമസിക്കണം അതൊക്കെ നമ്മുടെ താല്പര്യമാണ്. അപ്പോൾ റിസൈഡ് ചെയ്യുക, എവിടെ താമസിക്കണം അല്ലെങ്കിൽ എവിടെ സെറ്റിലാവണം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള ഫ്രീഡം, ഇതിനൊക്കെയുള്ള ഫ്രീഡം നമുക്കുണ്ട്. അടുത്തത് ഫ്രീഡം ഓഫ് പ്രൊഫഷൻ ആൻഡ് ഒക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്. ഞാൻ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം അതൊക്കെ എൻ്റെ താല്പര്യമാണ്, എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും സ്വന്തം പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ, ഏത് തൊഴിൽ ഞാൻ സെലക്ട് ചെയ്യണം ഇതൊക്കെ ഞാനാണ് തീരുമാനിക്കുക, എൻ്റെ സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ ഞാൻ എന്ത് ബിസിനസ് തുടങ്ങണം, ഏത് ട്രേഡ് തുടങ്ങണം, ഇതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇതാണ് 6 റൈറ്റ് ടു ഫ്രീഡം, അതിൻ്റെ പോയിൻ്റ് വരുന്നത്. എന്നിരുന്നാൽ കൂടി നമുക്ക് ഇത്രയും ഫ്രീഡം ഉണ്ട്, പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് അടുത്തത് പറയുന്നത്. എപ്പോഴും നമ്മളെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി, മൊറാലിറ്റി ഇതൊക്കെ ഉറപ്പ് വരുത്തണം. അടുത്തത് പറയുന്നത് എക്സ് പോസ്റ്റ് ഫാക്ടോ ലോയാണ്. എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ് ശ്രദ്ധിക്കുക, എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. MCQയിൽ ചിലപ്പോൾ വരും. അപ്പോൾ ഇതിലെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, നോ പേഴ്സൺ ഷാൽ ബി കോൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ് എക്സെപ്റ്റ് ഫോർ വയലേഷൻ ഓഫ് ലോ ഇൻ ഫോഴ്സ് ദ ടൈം ഓഫ് ദ കമ്മീഷൻ ഓഫ് ദ ആക്ട് ചാർജ് ആസ് എൻ ഒഫൻസ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കുറ്റം ചെയ്തു, ആ ചെയ്ത സമയത്ത് ഒരു നിയമം ഉണ്ടായിരിക്കും, അത് പ്രകാരം മാത്രമേ ആളെ ശിക്ഷിക്കാൻ പാടുള്ളൂ. അല്ലാതെ പിന്നീട് വന്ന നിയമം അനുസരിച്ച് ആളെ ശിക്ഷിക്കപ്പെടുത്താൻ പാടില്ല. അതാണ് ആദ്യത്തെ ആ ഒരു സെൻറ്റൻസ് പറയുന്നത്. പിന്നെ പറയുന്നത് നോ പേഴ്സൺ ഷാൽ സബ്ജക്റ്റഡ് ടു പെനാൽറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് വിച്ച് മൈറ്റ് ഹാവ് ബീൻ ഇൻഫ്ലിക്റ്റഡ് അണ്ടർ ദ ലോ ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ഓഫ് ദ കമ്മീഷൻ ഓഫ് ദ ഒഫൻസ്. എന്ന് പറഞ്ഞാൽ ആ ഒരു കുറ്റം ചെയ്ത സമയത്ത് ആ ഒരു കുറ്റത്തിനൊരു പെനാൽറ്റി ഓൾറെഡി ഉണ്ടായിരിക്കും, അതിനേക്കാൾ കൂടുതലായിട്ടുള്ള പെനാൽറ്റി ആ ഒരു കുറ്റവാളിക്ക് ചുമത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. അടുത്തത് ഡബിൾ ജിയോപാർഡി. അപ്പോൾ ഇതിൻ്റെയും സ്പെല്ലിങ് ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്നത് നോ പേഴ്സൺ ഷാൽ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഒരു വ്യക്തിയെ സെയിം ഒഫൻസിന് തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വിചാരണ നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒരു കേസ് കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിൽ ശിക്ഷ വിധിക്കും, അല്ലെങ്കിൽ ആളെ റിലീസ് ചെയ്യും. അപ്പോൾ അതേ കുറ്റത്തിന് വീണ്ടും ആളെ വിചാരണ നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഗവൺമെൻറ് എംപ്ലോയി എന്തെങ്കിലും ഒരു അഴിമതി നടത്തി. അപ്പോൾ ഓൾറെഡി ക്രിമിനൽ കോർട്ടിൽ ആൾക്ക് നടപടി എടുക്കും. അത് കൂടാതെ ആളെ ആ ഒരു എംപ്ലോയ്മെൻറ്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ ആ ഒരു പ്രൊട്ടക്ഷൻ നോട്ട് അവൈലബിൾ ഇൻ പ്രൊസീഡിങ്സ് ബിഫോർ ഡിപ്പാർട്ട്മെൻറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സെൽഫ് ഇൻക്രിമിനേഷൻ. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കും സ്വയം സാക്ഷിയാവാൻ പറ്റില്ല, എന്ന് വെച്ചാൽ സ്വയം കുറ്റം ആരോപിക്കാൻ പറ്റില്ല എന്നാണ് ഈ ഒരു സെൽഫ് ഇൻക്രിമിനേഷൻ കൊണ്ട് പറയുന്നത്. നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഷാൽ ബി കമ്പൽഡ് ടു ബി എ വിറ്റ്നസ് സാക്ഷി എഗെയിൻസ്റ്റ് ഹിംസെൽഫ്. സ്വയം സാക്ഷിയാവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് ആണ് കേട്ടോ, ആൻഡ് പേഴ്സണൽ ലിബർട്ടി. എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള റൈറ്റും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം, അതിനെക്കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഫോർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ പ്രകാരം അല്ലെങ്കിൽ നിയമത്തിൻ്റെ പ്രൊസീജിയേഴ്സ് പ്രകാരം അല്ലാതെ ഒരു വ്യക്തിയുടെയും
വ്യക്തി സ്വാതന്ത്ര്യത്തെ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾക്ക്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആൾക്ക് എന്തുണ്ട്? വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ആർട്ടിക്കിൾ 21 പ്രകാരം. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് പറയുന്നു, ഇപ്പോൾ പറഞ്ഞു റൈറ്റ് ടു ലൈഫ് ഉണ്ട്, ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഒരാൾക്ക് ജീവിക്കാൻ ഫിസിക്കൽ എക്സിസ്റ്റൻസ് മാത്രം പോരാ, ആൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നിലവാരമുള്ള ഒരു ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് കരുതി ആ ഒരാളുടെ ജീവിതം നല്ല രീതിയിലാവണമെന്നില്ല. അതിന് നമുക്ക് കുറച്ച് റൈറ്റും കാര്യങ്ങളും ഉണ്ട്. ആ റൈറ്റിനെ കുറിച്ചിട്ടാണ് താഴെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അത് നമുക്കൊരു വ്യക്തിക്ക് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ മൗലികാവകാശമാണ്, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൈറ്റാണ് ആദ്യം പറഞ്ഞ 6 കാര്യങ്ങൾ. അത് എന്തായാലും വേണം. പിന്നെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിക്കണമെങ്കിൽ കുറച്ച് റൈറ്റ് വേണം. വെറുതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് അതിനോട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയും വേണം. ആ റൈറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യത്തെ റൈറ്റ് ടു ട്രാവൽ എബ്രോഡ്. കുറേ പേരിപ്പോൾ അബ്രോഡിൽ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അബ്രോഡിൽ സെറ്റിലാവും, അബ്രോഡിൽ താമസിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ അബ്രോഡിലേക്ക് പോകാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിനുള്ള റൈറ്റ്. ഇപ്പോൾ നമുക്ക് വരുമാനം വേണം, നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് എല്ലാ വ്യക്തിക്കും വേണ്ടതാണ് വരുമാനം. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് കുറച്ച് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നമുക്ക് ആഗ്രഹങ്ങളുണ്ടായിരിക്കും, ഓരോ ആഗ്രഹങ്ങൾ. അപ്പോൾ അതൊക്കെ നിറവേറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പൈസ വേണം. അപ്പോൾ ഈ പൈസ വേണമെങ്കിൽ നമുക്ക് ജോലി വേണ്ടേ? അപ്പോൾ ഈ ജോലി ചെയ്യാനും വരുമാനം കണ്ടെത്താനുള്ള റൈറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ, നമ്മളുടെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയെ നല്ല രീതിയിൽ നോക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉപജീവനം എന്ന് പറയും. അപ്പോൾ അതിനുള്ള റൈറ്റ് നമുക്കുണ്ട്. അതുപോലെ തന്നെ അടുത്തത് റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് മെഡിക്കൽ അസിസ്റ്റൻസ്. നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്. നമുക്ക് നിയമസഹായം കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും പരാതി കൊടുക്കണം, നമുക്ക് പോയി പരാതി കൊടുക്കാം. അപ്പോൾ അതിനുള്ള റൈറ്റ് നമുക്കുണ്ട്. അടുത്തത് റൈറ്റ് എഗെയിൻസ്റ്റ് ഡിലേഡ് എക്സിക്യൂഷനാണ്. എന്ന് വെച്ചാൽ ഒരു കുറ്റവാളി, ആൾക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടു, അതിനുശേഷം അധികം അനാവശ്യമായിട്ട് കാലതാമസം ഉണ്ടാക്കാതെ തന്നെ ആ ഒരു ശിക്ഷ നടപ്പിലാക്കണം. അല്ലെങ്കിൽ അതൊരു ആളുടെ മൗലികാവകാശത്തിൻ്റെ ഒരു ലംഘനം ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ എന്തായാലും ശിക്ഷ വിധിക്കപ്പെട്ടു, അപ്പോൾ അതെന്തായാലും കാലതാമസം ഇല്ലാതെ തന്നെ നടപ്പിലാക്കണം. അപ്പോൾ അതിനെതിരെ ആ ഒരു കാര്യത്തിനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് റൈറ്റ് ഫുഡ്. നമുക്കറിയാം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫുഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫുഡിനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. കാരണം ഒരാൾക്കും ഇപ്പോൾ നീ ഇന്ന് ഫുഡ് കഴിക്കേണ്ട അങ്ങനെയൊന്നും ആർക്കും ഒരാളോട് പറയാൻ പറ്റില്ല ഒരാൾക്കും. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ ഫുഡ് വേണം. അപ്പോൾ അതിനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അല്ലാതെ ഒരാൾ വന്നിട്ട് നീ ഇന്ന് ഫുഡ് കഴിക്കേണ്ട, നിനക്ക് ഒരാഴ്ചയ്ക്ക് ഫുഡില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ അതാണ് റൈറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ റൈറ്റ് ടു മാരേജ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ആരെ കല്യാണം കഴിക്കണം, എപ്പോൾ കല്യാണം കഴിക്കണം, നീ കല്യാണം കഴിക്കണ്ടേ, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, നമ്മളാണ് തീരുമാനിക്കുക. അപ്പോൾ അതിന് തീരുമാനങ്ങൾ എടുക്കാനും പിന്നെ അതിനൊക്കെയുള്ള റൈറ്റ് നമുക്കുണ്ട്. അടുത്തത് റൈറ്റ് ടു ഷെൽട്ടർ. നമുക്ക് എല്ലാവർക്കും സേഫായിട്ടും സെക്യൂറായിട്ടുള്ള ഒരു വീട് വേണം. എന്ന് വെച്ചാൽ ജീവിക്കാനായിട്ട് വലിയ വീട് വേണമെന്നൊന്നുമില്ല, നമുക്ക് അടിസ്ഥാനമായിട്ട് നമുക്ക് സെക്യൂരിറ്റി ഉള്ളൊരു വീട് വേണം. അല്ലെങ്കിൽ നമുക്ക് സേഫായിട്ട് താമസിക്കാനുള്ളൊരു സ്പേസ് വേണം. അതാണ് റൈറ്റ് ടു ഷെൽട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റൈറ്റ് ടു പ്രൈവസി. നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് പ്രൈവസി. കാരണം നമുക്ക് ഒരുപാട് സീക്രട്സ് ഉണ്ടായിരിക്കും. ഒരുപാടെന്നല്ല, നമുക്ക് കുറച്ചൊക്കെ സീക്രട്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്. അപ്പോൾ വേറൊരാൾക്ക് ഇതിലേക്ക് നമ്മുടെ അനുവാദം ഇല്ലാതെ കടന്നു ചെല്ലാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് പ്രൈവസിക്കുള്ളൊരു റൈറ്റ് ഉണ്ട്. നമുക്ക് സ്വയം തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ഒരാളുടെ പ്രൈവറ്റായിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് അതൊക്കെ
എടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി ചൂഷണം അതൊക്കെ ഒഫൻസാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അനുവാദം ഇല്ലാതെ വേറൊരാൾക്ക് നമ്മുടെ പ്രൈവസിയിലേക്ക് കടന്നു വരാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ഒരു റൈറ്റ് നമുക്കുണ്ട്. അടുത്തത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അണ്ടർ ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A പ്രകാരം എഡ്യൂക്കേഷൻ കിട്ടാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ആർട്ടിക്കിൾ 21A എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. നമുക്ക് ഫ്രീ മീൽ ഉണ്ടായിരിക്കും, ഫ്രീ എഡ്യൂക്കേഷൻ ആയിരിക്കും ഒരു 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ആ ഒരു ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ നോക്കിയിട്ട് നീ പഠിക്കേണ്ടെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഒരു 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കമ്പൽസറി എഡ്യൂക്കേഷനാണ്. അപ്പോൾ ആ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ റൈറ്റ് ഒരാൾക്കും നിഷേധിക്കാൻ പറ്റില്ല, അതാണ് പറയുന്നത്. അടുത്തത് റൈറ്റ് ടു സ്പീഡി ട്രയൽ. ഇപ്പോൾ ഒരു വ്യക്തി ഒരു കേസിലെ പ്രതിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് റീസണബിൾ ആയിട്ടുള്ള സമയത്തിനുള്ളിൽ വിചാരണ ലഭിക്കണം, അതിനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു കേസിൽ പെട്ട പ്രതിയല്ലേ, അപ്പോൾ കുറച്ച് നേരം ഇരിക്കുകയെന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ വിചാരണയ്ക്കുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. സ്പീഡി ട്രയലിനുള്ള റൈറ്റ് ഉണ്ട്. അടുത്തത് റൈറ്റ് എഗെയിൻസ്റ്റ് ഹാൻഡ് കഫിങ്. ഇപ്പോൾ ഒരു കുറ്റാരോപിതനായിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു റൈറ്റ് ഉണ്ട്. ആൾക്കിപ്പോൾ കൈവിലങ്ങ് ഇപ്പോൾ നമ്മൾ ഒരു കുറ്റവാളി ആളേനിപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കൈവിലങ്ങ് വെച്ചിട്ട് പോവും. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് ആ ഒരു ഹാൻഡ് കഫിങ് നടക്കുകയുള്ളൂ. കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിനെ ആണ് കേട്ടോ. അപ്പോൾ ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറ്റാരോപിതനായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കൈവലങ്ങിൽ നിന്ന് സംരക്ഷണമുണ്ട് ആ ഒരു വ്യക്തിക്ക്. പ്രത്യേക സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഹാൻഡ് കഫിങ് ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് പറയുന്നത്. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ആ പ്രതി ഓടിപ്പോവുക ചാടിപ്പോവുക, ആ സമയത്തൊക്കെ കൈവലങ്ങ് ഇടിയിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തതാണ് റൈറ്റ് ടു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എളുപ്പം കിട്ടണ ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടായിരിക്കും നമുക്ക് റെപ്യൂട്ടേഷൻ കിട്ടുക, സൽപ്പേര് കിട്ടുക. അപ്പോൾ അത് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് ഓരോ വ്യക്തിക്കും. ഇപ്പോൾ ഈ ഒരാൾക്ക് മാത്രമാണ് സൽപ്പേര് കിട്ടും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ് അത് സംരക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ വേറൊരാൾ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷനെതിരായിട്ടിപ്പോൾ അതിന് ദോഷം വരുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് മാനനഷ്ട കേസുകൾക്ക് വരെ കാരണമായേക്കാം. അപ്പോൾ ഒരാളുടെ റെപ്യൂട്ടേഷന് സംരക്ഷണം എന്നുള്ളത് ഒരാളുടെ റൈറ്റാണ്, ഒരു വ്യക്തിക്ക് മാത്രമല്ല കേട്ടോ. ഓരോ സ്ഥാപനങ്ങൾക്കും ഒക്കെ അതിൻ്റേതായിട്ടുള്ള റെപ്യൂട്ടേഷനുള്ള നല്ല സൽപ്പേരുള്ള, അപ്പോൾ അതൊക്കെ സംരക്ഷിക്കപ്പെടാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഒരു നല്ല അന്തരീക്ഷം വേണം, നല്ല എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു മനുഷ്യന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ കണക്ക് അത്രയും ഹൈ ആണ്. അപ്പോൾ ഇതിൽ നിന്നും പ്രൊട്ടക്ഷൻ, എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ അതൊക്കെ എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നൊക്കെ നമുക്ക് ന്യൂസൊക്കെ കേട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ലൈഫിനെ ഇനിയാണ് ബാധിക്കുക. അതുപോലെ തന്നെ ജലം, വായു, ഇതൊക്കെ ഒരു ലൈഫിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ജീവിക്കാൻ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളുണ്ട്, അവർക്കും നമ്മൾ സംരക്ഷണം കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. പ്രകൃതിക്കെതിരെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം കിട്ടുന്നതും നമുക്ക് തന്നെയാണ്, അതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ലൈഫിൻ്റെ അത്രയും ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി റിവിഷൻ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പ്രിയാമ്പിളിനെ കുറിച്ചിട്ട് പറഞ്ഞു. അത്
ഒരു ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെൻറ്റാന്ന് പറഞ്ഞു. പർപ്പസും പ്രിൻസിപ്പിൾസും ഗോൾസും ആണ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ പ്രിയാമ്പിളിൻ്റെ പർപ്പസ് പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്. 6 ഫണ്ടമെൻ്റൽ റൈറ്റ് പറഞ്ഞു. റൈറ്റ് ഇക്വാലിറ്റി, റൈറ്റ് ഫ്രീഡം, ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, എഡ്യൂക്കേഷൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ഇത് പറഞ്ഞു. അതിൽ കുറച്ച് എക്സെപ്ഷൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രസിഡൻറ്റും ഗവർണറും അവർക്കുള്ള കുറച്ച് എക്സെപ്ഷൻസ് പറഞ്ഞു. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മീനിങ് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ നമ്മൾ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓഫ് സെർട്ടൈൻ ഗ്രൗണ്ട്സ് അത് പറഞ്ഞു. അതിൽ 2 ആർട്ടിക്കിൾ പറഞ്ഞു. ആർട്ടിക്കിൾ 15(1)ഉം 16 പറഞ്ഞു. 2 ആർട്ടിക്കിളും എന്തിനാന്നൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ അതിലും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏത് ആർട്ടിക്കിൾ 16 അതിലാണ് നമ്മൾ സെർട്ടൈൻ ക്ലാസ് ഓഫ് പീപ്പിൾസിന് കുറച്ച് റിസർവേഷൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് റിലീജിയൻ പരമായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ക്ലാസ്സോ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് പർട്ടിക്കുലർ പീപ്പിളിന് മാത്രം കൊടുക്കാം. അതൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തതാണ് അബോലിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അബോലിഷൻ ഓഫ് ടൈറ്റിൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൈറ്റ് ടു ഫ്രീഡം എന്താണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, റൈറ്റ് ടു ഫ്രീഡത്തിൽ ആർട്ടിക്കിൾ 19(1)ലാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ആർട്ടിക്കിളൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രം അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് ഓർമ്മയില്ലാതെ അത് തെറ്റിക്കരുത്. പിന്നെ ഉള്ളത് പറഞ്ഞത് എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ നമ്മൾ പറഞ്ഞു. പിന്നെ അതെന്താണെന്ന് ജസ്റ്റ് മീനിങ് മനസ്സിലാക്കി വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് മാത്രം നോട്ട് ചെയ്ത്, എപ്പോഴും ലോ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ മൈൻഡിൽ ഇങ്ങനെ നോട്ട് ചെയ്തെടുക്കുക. പിന്നെ അടുത്തത് ഡബിൾ ജിയോപാർഡിയാണ്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ പറഞ്ഞത് സെൽഫ് ഇൻക്രിമിനേഷനാണ്. പിന്നെ പറഞ്ഞത് ആർട്ടിക്കിൾ 21 അതിൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെക്കുറിച്ച് പറഞ്ഞു. പിന്നീടാണ് നമ്മൾ കുറച്ച് റൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിലാണ് നമ്മൾ ഇത്രയും നേരത്തെ പറഞ്ഞു നിർത്തിയിട്ടുള്ള ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുള്ള കുറച്ച് റൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പിന്നെ കുറേ റൈറ്റൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വ്യക്തിക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ജീവിക്കണമെങ്കിൽ എന്തൊക്കെ റൈറ്റ് വേണം അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ ടെൻഷൻ ആവാതെ ലോ നല്ല രീതിയിൽ പഠിച്ചു പോവുക. അല്ലാതെ കാണാപ്പാഠം പഠിച്ച് നമുക്ക് ടെൻഷനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് മെയിനായിട്ടുള്ള വേർഡ്സ് മാത്രം നമ്മൾ നോട്ട് ചെയ്യുക. ബാക്കി സെൻറ്റൻസ് നമ്മളുടെ രീതിയിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ സെറ്റാണ്. അല്ലാതെ ടെൻഷൻ അടിച്ച് നമ്മൾ എല്ലാം കാണാപ്പാഠം പഠിച്ച് അവിടുന്ന് കുറച്ച് ഇവിടുന്ന് കുറച്ച് അങ്ങനെയൊന്നും ഒരാവശ്യമില്ല. അപ്പോൾ എല്ലാവരും ടെൻഷൻ ആവാതിരിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അടുത്തു നിന്നുള്ള റെസ്പോൺസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് എൻ്റെ ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.